നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ പൊരിക്കൊന്നും വേണ്ട, ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ്സ് ഇടണേ, ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാറിലേക്ക് ഒരു തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കുഞ്ഞി കഷ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മൈദ എന്ന് പറയുന്നത് 2 ഗ്ലാസ് മൈദ എന്നിട്ട് ഞാനിവിടെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കുഴച്ചിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ ചാറ് കഴുകിയിട്ട് ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കുഴച്ച് നോക്കുക. ടൈറ്റ് അണിച്ചാൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം പൊറോട്ടൻ്റെ മാവ് കുഴക്കുന്നില്ലേ, ആ ഒരു മാവ് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. കുറച്ച് ലൂസ് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ടൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം മാവ് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ലൂസാക്കിയിട്ട് തന്നെ കുഴച്ചെടുക്കുക. അതാ കണ്ടില്ലേ, എന്നാലും കൈമേലെ ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ പൊറാട്ടൊക്കെ കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. അതൊരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ ഒരു നേരം കൊണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്നും നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളകും കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ കൂടെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ പച്ചമുളകും കൂടി മിക്സ് ആയതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അടിച്ച് വെച്ച ഈ ഒരു ചിക്കൻ്റെ കൂട്ടിലെ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. ഈ ഒരു ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ഈ ഒരു ഗരം മസാല ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ അതാ നുള്ളു മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കുഴച്ച്. ഏത് ടൈപ്പ് ബിരിയാണി വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗരം മസാല ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ബീഫ് കറി, ചിക്കൻ കറി, അതുപോലെ തന്നെ ടൈപ്പ് മസാലകളില്ലേ, നമ്മളിപ്പം ചെമ്മീൻ മസാല, അതുപോലെ തന്നെ കടുക്ക മസാല, എന്തിൻ്റെ കൂടെ ആയാലും മുട്ട മസാല എന്തിൻ്റെ കൂടെ ആയാലും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ ആ ഒരു മസാല. അപ്പോൾ അത് അത്രയും മതിയാവും. അപ്പം നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കണം. നമ്മൾ കുഴച്ച് വെച്ച ഈ ഒരു കൂട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ബോൾസ് ആക്കി എടുക്കട്ടോ. ഗരം മസാല വേണ്ടവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ. ആർക്കായാലും ഊരിൻ്റെ വലുപ്പത്തിൽ ബോൾസ് ആക്കി എടുക്കുക. ഇതുപോലെ ബോൾസ് ആക്കുന്ന സമയത്ത് നമ്മൾ കൈയിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കയ്യിലൊട്ടി പിടിക്കും. കാരണം നമ്മളിപ്പം പൊറാട്ടൻ്റെ ആ ഒരു മാവ് കുഴക്കുന്ന പോലെ ആണല്ലോ കുഴച്ചെടുത്തത്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ വരണം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പൂരിൻ്റെ വലുപ്പത്തിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ഓരോന്ന് അമർത്തി കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു വാഴൻ്റെ ഇല എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് പരത്തി കൊടുക്കുക. ഇതേപോലെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റോളർ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ കിട്ടും. അപ്പം അധികം എണ്ണ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് മാത്രം മതി. നമ്മൾ നേരത്തെ അമർത്തി വെച്ചിട്ടില്ലേ ആ ഒരു സമയത്തുള്ള എണ്ണ മാത്രം മതി കേട്ടോ. വേറെ എണ്ണയൊന്നും ചേർക്കണ്ട. അപ്പോൾ അതാ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവിച്ചെമ്പിലും വേവിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ചെയ്തിട്ട് ഞാനിപ്പോൾ കല്ലിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വാഴൻ്റെ ഇലയിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ആക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കല്ലിൽ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ
അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉള്ളതെന്ന് വെച്ചാൽ അതിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിറച്ചും ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം എണ്ണ ആക്കേണ്ട ആവശ്യമില്ല. എണ്ണ വേണമെന്ന് തോന്നിക്കേണ്ട ചെറുങ്ങനൊന്ന് മേൽഭാഗത്തൊന്ന് ചെറുങ്ങനൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം മുഴുവനായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ, നമ്മൾ തിരിച്ചും മറിച്ചിട്ട് വേവിക്കുന്ന സമയത്ത്. അപ്പം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഉൾഭാഗത്തുള്ള ഫില്ലിങ് നല്ലോണം വെന്ത് കിട്ടും. കുറച്ച് നേരം തന്നെ ഇതേപോലെ തിരിച്ചോട്ടും മറിച്ചിട്ടും വേവിച്ചെടുക്കണം കേട്ടോ, എന്നാലാണ് ഉൾഭാഗം നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എടുത്തിട്ട് ആവിച്ചമ്പിൽ വേവിച്ചെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുത്തി കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പം പൊറാട്ടൻ്റെ ഉള്ളിൽ മാവ് ഫില്ലിങ് വെച്ചിട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് മുട്ട പൊരിച്ചിട്ട് വെച്ച പോലെയാണ് കേട്ടോ എനിക്ക് ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം കേട്ടോ.